ഗുഡ് മോർണിംഗ് ടു യു ഓൾ. നിങ്ങളുടെ ആദ്യത്തെ ബഡ്ജറ്റ് നിങ്ങൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ അവതരണമൊക്കെ കലക്കണം. എൻ്റെ ബഡ്ജറ്റ് അവതരണം നിങ്ങളിൽ കുറച്ചു പേരെങ്കിലും കണ്ടിരിക്കുമെന്ന് ഞാൻ കരുതുകയാണ്. പക്ഷെ അത് തയ്യാറാക്കുന്നതിന് മാസങ്ങൾ പണിയെടുത്തിട്ടാണ് കേട്ടോ. നമുക്ക് അധികം സമയമില്ല. ഇലക്ഷന് മുമ്പ് ബഡ്ജറ്റൊക്കെ തയ്യാറാക്കി പാസ്സാക്കണ്ടേ. അപ്പം അതുകൊണ്ട് സ്വല്പം ധൃതിയുണ്ട്. ധൃതിയുണ്ടെങ്കിലേ ആദ്യത്തെ ബഡ്ജറ്റ് അതിൻ്റെ ഗൗരവത്തിലെടുക്കണം. അപ്പം അത് സംബന്ധിച്ച് എൻ്റെ അനുഭവത്തിൽ നിന്ന് ചില ടിപ്സ് തരാൻ മാത്രമാണ് ഞാൻ ശ്രമിക്കുന്നത്. ഈ ബഡ്ജറ്റിനെ കുറിച്ചുള്ള ഒരു പ്രൗഢമായ ക്ലാസ് ആയിട്ടൊന്നും ആരും കരുതണ്ട. ഇതിനകം തന്നെ ബഡ്ജറ്റിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ ക്ലാസ് എടുത്ത് കാണണമെന്ന് ഞാൻ കരുതുന്നു. ബഡ്ജറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ പഞ്ചായത്തിൻ്റെ അല്ലെങ്കിൽ നഗരസഭയുടെ ഒരു വർഷത്തേക്കുള്ള പ്രതീക്ഷിക്കുന്ന വരവും ചെലവിൻ്റെയും കണക്കാണ്. എന്തിനാ ഇങ്ങനെ കണക്ക് തയ്യാറാക്കി ഭരണസമിതിയിൽ അവതരിപ്പിക്കുന്നത്? കാരണം ജനപ്രതിനിധികളുടെ അംഗീകാരം ഇല്ലാതെ സർക്കാരുകളുടെ വരവും ചെലവും പാടില്ല. ഇതിനടിസ്ഥാന ജനാധിപത്യ തത്വം. അതുകൊണ്ട് ജനപ്രതിനിധികൾ ഒരു വർഷത്തേക്കുള്ള പ്രതീക്ഷിത വരവും ചെലവും ചർച്ച ചെയ്ത് അംഗീകരിക്കണം. അപ്പോൾ ചിലർ ചോദിച്ചേക്കാം, എന്തിനാ ഒരു വർഷത്തെ മുഴുവനെടുത്ത് മുൻകൂട്ടി അംഗീകരിക്കണേ? ഈ ജനപ്രതിനിധികൾ തന്നെ അപ്പം അങ്ങ് തീരുമാനിച്ചാൽ പോരെ. ഇന്നിപ്പോൾ ഈ മാസം നമുക്ക് ഇങ്ങനെ ചിലവുണ്ട്, ചിലവാക്കുന്നതിന് മുമ്പ് പഞ്ചായത്ത് അല്ലെങ്കിൽ നഗരസഭ ചേർന്ന് ഇത് അംഗീകരിച്ചാൽ പോരെ എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. പോരാ. കാരണം അങ്ങനെ ചെയ്യുമ്പോഴേ ആദ്യം വരുന്ന ചിലവുകൾ കണക്കും, അവസാനം വരുന്ന ചിലവിന് പണം ഉണ്ടാവില്ല. മുൻഗണനക്ക് സാധ്യമല്ലായെത്തീരും. ഏതിനാണ് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത്? അപ്പം തോന്നുന്നത് നടപ്പാക്കലല്ല, ആസൂത്രണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുൻഗണനയുടെ അടിസ്ഥാനത്തിൽ ഏതൊക്കെയാണ് നടപ്പാക്കേണ്ടതെന്ന് തീരുമാനിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തനങ്ങൾ ചെയ്യണം. ആ മുൻഗണനകൾക്കൊരു രേഖയുണ്ടെങ്കിൽ ആണ് ബഡ്ജറ്റ് രേഖ. അതിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ അക്കൗണ്ടബിലിറ്റി ഉണ്ടാവും. ഈ രേഖ പ്രകാരമാണോ ചെലവഴിച്ചത് എന്ന് നോക്കാൻ നമുക്ക് കഴിയും. മോണിറ്ററിങ് എളുപ്പമായി തീരും. അതുകൊണ്ട് നല്ല ഒരു പ്രാദേശിക ഭരണത്തിന്, സദ്ഭരണത്തിന് അനിവാര്യമാണ് സമഗ്രമായിട്ടുള്ള ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഞാൻ പൊതുവെ ഇത്രയും കാര്യങ്ങളെ പറയുന്നുള്ളൂ. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ബഡ്ജറ്റ് തയ്യാറാക്കേണ്ടത്? ഞാൻ പറയാം, ഒരു 7 സ്റ്റെപ്പുകൾ ബഡ്ജറ്റ് തയ്യാറാക്കുന്നതിന് ഉണ്ട്. ആദ്യം തീരുമാനിക്കേണ്ടത് സ്റ്റെപ്പ് നമ്പർ 1, എത്രയാണ് വരവ്? അതിൻ്റെ കണക്കുണ്ടാക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കണക്ക് ഉണ്ടാക്കുന്നതിന് നമ്മുടെ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി എന്താ ചെയ്യേണ്ടത്? എളുപ്പമുള്ള മാർഗം, കഴിഞ്ഞ 1-2 വർഷത്തെ തനത് വരുമാനത്തിൻ്റെ കണക്കെടുക്കുക. അപ്പോൾ നമുക്കൊരു ധാരണ കിട്ടും ഓരോ ഇനത്തിൽ നിന്ന് എത്രയാണ് കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഏതാനും വർഷം മുമ്പ് കിട്ടിയതിനേക്കാൾ കുറഞ്ഞു വരികയാണെങ്കിൽ അതിൻ്റെ കാരണം എന്താണെന്ന് ഉദ്യോഗസ്ഥരോട് ചോദിക്കണം. ശരിക്ക് ഇപ്പോൾ കെട്ടിട നികുതി പിരിവ് എത്ര ശതമാനം വരും? പൂർണ്ണമായിട്ട് പിരിച്ചാൽ എത്ര? ഇപ്പോൾ 70% പിരിച്ചിട്ടുള്ളൂ. 100% പിരിക്കണം അടുത്ത വർഷം. അപ്പോൾ നമ്മുടെ വരുമാനം നമ്മൾ കൂട്ടി നിശ്ചയിക്കും കഴിഞ്ഞ വർഷത്തേക്കാണ്. അതല്ലെങ്കിൽ ചില മേഖലകളിൽ നിന്നും പ്രൊഫഷണൽ ടാക്സ് പിരിക്കുന്നില്ല, അവരിന്ന് പിരിക്കണം. പുതിയ ഫാക്ടറി വന്നിട്ടുണ്ട്, അവിടെ നിന്ന് പ്രൊഫഷണൽ ടാക്സ് ആയിട്ടില്ല, പിരിക്കണം. അപ്പോൾ ഇത് സ്വല്പം ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. നിങ്ങൾ പുതിയ ആളുകളായതുകൊണ്ട് ആ ചർച്ച നടത്തുന്ന ഉദ്യോഗസ്ഥന്മാരെ പ്രയോജനപ്പെടുത്തണം. മുൻ പഞ്ചായത്ത് മെമ്പർമാരുമായിട്ട് ചർച്ച ചെയ്താലൊരു കുഴപ്പമില്ലെന്ന്.
ഞാൻ സത്യം പറഞ്ഞാൽ നിങ്ങളെ ഉപദേശിക്കുക, ഇത് ഇത്രയൊക്കെ ആയല്ലോ, ഇലക്ഷനൊക്കെ കഴിഞ്ഞു, ഒരു ചായ സൽക്കാരം നടത്തുന്നു, പഴയ മെമ്പർമാരൊക്കെ ഒന്ന് വിളിക്കുക, ഈ കഴിഞ്ഞ ടൈം മാത്രം അതിക്ക് മുമ്പുള്ളവരും ഒരു ചായ കുടിച്ച് വർത്തമാനമൊക്കെ പറയാനിടയ്ക്ക് നമുക്ക് ഈ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള മാർഗം എന്തെന്ന് അവരുടെ അനുഭവത്തിൽ നിന്നും കൂടി അവർ പറയട്ടെ. അങ്ങനെ നമ്മുടെ തനത് വരുമാനങ്ങൾ നികുതിയേതരം ഓരോ ഇനത്തിലും എത്രയാണ് പ്രതീക്ഷിക്കുന്നത്, ഇതിനാണ് സമയം എടുക്കുക. അത് കഴിഞ്ഞാലോ പദ്ധതി വിഹിതം കൃത്യമായിട്ട് ബഡ്ജറ്റ് രേഖയുടെ ഭാഗമായിട്ട് അച്ചടിച്ച് വെച്ചിട്ടുണ്ട്. പദ്ധതി, ജനറൽ പർപ്പസ് ഫണ്ട്, മെയിൻ്റനൻസ് ഫണ്ട്, ഇത് മുഴുവൻ മൂന്നിനും രേഖയുണ്ട്. അപ്പോൾ അത് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല, കൃത്യമായിട്ട് ആ കണക്കുണ്ടാവും. പിന്നെ ഒന്നും കൂടിയുണ്ട്, ഈ വർഷം 20% ക്യാരി ഓവർ അനുവദിച്ചിട്ടുണ്ട്. എന്താ ക്യാരി ഓവർ എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ വർഷത്തെ പദ്ധതി ഇപ്പം നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ നടപ്പാക്കുന്ന, എനിക്ക് ഉറപ്പാണ് നിങ്ങളുടെ പഞ്ചായത്തിൽ അല്ലെങ്കിൽ നഗരസഭയിൽ ഒരു 60-70% ചിലവാകില്ല പണം. കാരണം ഇപ്പോൾ ശരാശരി ഏതാണ്ട് 50% താഴെയാണ്. ഇനിയിപ്പോൾ ഒരു 20-25% കൂടി ചിലവാകാം, 70-75%. എനിക്കറിഞ്ഞുകൂടാ. ഏതായാലും കുറച്ച് പണം ചിലവാക്കിയില്ല, അതുകൊണ്ട് പ്രൊജക്റ്റുകൾ തീർന്നില്ല. 20% കഴിഞ്ഞ വർഷത്തെ പദ്ധതി അടങ്കലിൻ്റെ സർക്കാർ നൽകിയ പദ്ധതികൾ ഡെവലപ്മെൻറ്റ് ഫണ്ടിൻ്റെ 20% അടുത്ത വർഷത്തേക്ക് ക്യാരി ഓവർ ചെയ്യുക. അത്രയും തുക അടുത്ത വർഷം അഡീഷണലായിട്ട് സർക്കാരിൽ നിന്ന് കിട്ടും. അപ്പോൾ അതുകൂടി ഉൾപ്പെടുത്താം. അതെത്രയാണ്? 20%. അതുകൂടി വെക്കാം. അപ്പം അത് വെക്കാൻ തീരുമാനിക്കുന്നതിന് മുമ്പേ നിർവഹണ ഉദ്യോഗസ്ഥരുടെ യോഗം വിളിക്കണം. നിർവഹണ ഉദ്യോഗസ്ഥരോട് ചോദിക്കണം, നിങ്ങളുടെ കീഴിലുള്ള നിങ്ങൾക്ക് ചുമതല ഏൽപ്പിച്ചിട്ടുള്ള ഏതൊക്കെ പ്രൊജക്റ്റുകളാണ്, എത്ര തീരും, എത്ര പണം ചിലവാവില്ല, ബാക്കി എത്ര ഉണ്ടാവും. ഈ ഒരു കണക്കെടുത്താൽ മാത്രമേ, ഇപ്പോൾ ഒരു പഞ്ചായത്തിൽ 90% പണം ചിലവായെങ്കിൽ നമുക്ക് പിന്നെ 10% ക്യാരി ഓവർ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഉദ്യോഗസ്ഥരോട് സംസാരിക്കണം. സംസാരിച്ചിട്ട് എത്രയാണ് ഇനി ബാക്കി വരിക എന്ന് നോക്കി 20% നമുക്ക് ഉൾക്കൊള്ളിക്കാം. അപ്പോൾ നോക്കൂ, 2 യോഗമുണ്ട് വരവ് തീരുമാനിക്കാൻ. ഒന്ന് നമ്മുടെ പഴയ ജനപ്രതിനിധികളുമായിട്ടൊരു ചായ സൽക്കാരം, 2 ഒരു പ്ലാൻ റിവ്യൂ മീറ്റിംഗ്. ആ റിവ്യൂ മീറ്റിംഗ് ബഡ്ജറ്റ് തയ്യാറാക്കാൻ മാത്രമല്ല, ഈ വർഷം സ്പീഡിൽ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കൂടി സഹായിക്കും. എന്ന് മാത്രമല്ല, 100% ഇനി ആരെങ്കിലും ബഡ്ജറ്റിലെ കണക്ക് തീർത്തെങ്കിൽ വരൂ. കഴിഞ്ഞ വർഷം ഞാൻ പറഞ്ഞ 30% ക്യാരി ഓവർ അനുവദിക്കുമെന്നാണ്. കൂടുതൽ പണം നിങ്ങൾക്ക് അനുവദിച്ചു തരും. നിങ്ങൾ കോവിഡിന് വേണ്ടി ചെലവഴിച്ച പണം അത് ലിസ്റ്റ് ഉണ്ടാക്കി അനുവദിക്കും. അതുകൊണ്ട് ഈ റിവ്യൂ മീറ്റിംഗ് ഉദ്യോഗസ്ഥന്മാരുടെ പ്രധാനമാണ്. എത്രയാണ് ചെലവഴിച്ചത്, ഇനി എത്ര ചെലവഴിക്കാൻ പറ്റും. ഇത്ര ആയിക്കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പ് 1 തീർന്നു. നമ്മുടെ പഞ്ചായത്തിൻ്റെ നഗരസഭയുടെ വരവുകൾ നമുക്ക് ലിസ്റ്റ് കിട്ടി. ശരി, രണ്ടാമത്തെ സ്റ്റെപ്പ് എന്തൊക്കെയാണ് ചെലവുകൾ. അപ്പം ആദ്യം നമുക്ക് പദ്ധതി ഇതര ചെലവുകൾ നോക്കാം. പദ്ധതി ചെലവുകളെന്ന് വെച്ചാൽ പുതിയ വികസന പ്രവർത്തനങ്ങൾ, നമ്മുടെ പ്ലാൻ ഫണ്ടിൽ നിന്നും ഒക്കെ ചിലവാക്കുന്ന പണം അത് മാറ്റി നിൽക്കട്ടെ. ആദ്യം പദ്ധതി ഇതര ചെലവുകൾ, നമ്മുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ അവരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ എന്തൊക്കെയാണ് പദ്ധതി ഇതര ചെലവുകൾ അടുത്ത വർഷം വേണ്ടി വരിക എന്നുള്ളൊരു കണക്കുണ്ടാക്കണം. എന്തൊക്കെയാണ് ചെലവുകൾ? ഒന്ന് ഭരണച്ചെലവുണ്ട്. ഭരണച്ചെലവെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഹോണറേറിയം 1000 രൂപ വർദ്ധിപ്പിച്ചു. അപ്പോൾ കഴിഞ്ഞ തവണ കൊടുത്തത് പോരാ, അതിനേക്കാൾ കൂടുതൽ ഭരണച്ചെലവ് ഈ വർഷം ഉണ്ടാവും.
വൈദ്യുതി ചാർജ്, കുടിവെള്ളത്തിന് കൊടുക്കേണ്ട ചാർജുകൾ തുടങ്ങിയ കാര്യങ്ങൾ, മെയിൻ്റനൻസ് ചെലവുകൾ. മെയിൻ്റനൻസ് ഫണ്ട് ഉണ്ട്, അത് പൂർണ്ണമായിട്ടും മെയിൻ്റനൻസിന് ഉപയോഗിക്കാൻ പറ്റുള്ളൂ, പുതിയ കാര്യങ്ങൾ ചെയ്യാൻ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ റോഡിന് പ്രത്യേക മെയിൻ്റനൻസ് ഫണ്ട് ഉണ്ട്, മറ്റ് മെയിൻ്റനൻസ്. അപ്പോൾ മെയിൻ്റനൻസ് ചെലവുകൾ എന്ത്, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ സ്കൂളുകളെല്ലാം പൂട്ടിക്കിടക്കുകയായിരുന്നു, ഇപ്പോൾ തുറക്കാൻ പോകണം. നിശ്ചയമായിട്ടത് മുഴുവൻ വൃത്തിയാക്കണം, റീപെയിൻറ്റ് ചെയ്യണം. ഈ ആരൊക്കെ എന്തൊക്കെ കയറി എന്നിട്ടൊക്കെ ഡെസ്ക് ഒടിച്ച് കാണുമെന്ന് ആർക്കറിയാം. കുട്ടികൾക്ക് പഠിക്കാൻ യോഗ്യമായിട്ട് മാറ്റണ്ടേ. അപ്പോൾ സ്കൂളുകൾക്ക് ഇത്തവണ കൂടുതൽ മെയിൻ്റനൻസ് ഫണ്ട് വെക്കേണ്ടി വരും. നിങ്ങളുടെ ആശുപത്രികൾ കുടുംബ ആരോഗ്യ കേന്ദ്രങ്ങളാക്കിയിട്ടുണ്ട്, അതിന് സഹായം കൊടുക്കണം. എന്തൊക്കെയാണ് ഓരോ പഞ്ചായത്തും ചെയ്യുന്നതെന്ന് ഒരു വ്യത്യസ്തമായിരിക്കും. അപ്പോൾ അതിന് പണം വെക്കേണ്ടി വരും. നിങ്ങൾ കൈമാറിയ വെറുതെ ചെയ്ത് ഈ ടൈലിടാൻ വേണ്ടി പണം ചിലവഴിക്കല്ലേ, പണത്തിന് വിലയുള്ളതാണ്. നിങ്ങളുടെ സ്കൂളിൽ ഡെസ്കും ഒക്കെ പൊളിഞ്ഞ് കിടക്കുമ്പോൾ നമ്മളവിടെ ടൈലിട്ടാക്കിയിട്ട് എന്താ കാര്യമുള്ള. മുൻഗണനയെക്കുറിച്ച് ചിന്ത വേണം, പദ്ധതിക്ക് മാത്രമല്ല, പദ്ധതിക്ക് പുറത്തും. അപ്പോൾ മെയിൻ്റനൻസ് ചെലവ്, വൈദ്യുതി വാട്ടർ ചാർജുകൾ, പിന്നെ മറ്റുള്ളവ. എത്രയാണ് ഭരണ ചെലവ് വരാം? ഒരു വ്യത്യാസമുണ്ട് ഞാനും നിങ്ങളും തമ്മിൽ. എനിക്ക് കമ്മി ബഡ്ജറ്റാവാം, എനിക്ക് ഈ വർഷം വലിയ കമ്മിയാണ്. എല്ലാവരും പത്രങ്ങളിൽ വായിച്ചു കേട്ടില്ലേ, റെക്കോർഡ് കമ്മിയാണെന്നൊക്കെ. നിങ്ങൾക്ക് പറ്റില്ല കേട്ടോ. നിങ്ങളുടെ പഞ്ചായത്ത് മുനിസിപ്പൽ നിയമപ്രകാരം 5% മിച്ചം വെച്ചേ പറ്റൂ. കമ്മി എന്ന് പറഞ്ഞാൽ ബഡ്ജറ്റ് അംഗീകരിക്കില്ല. അപ്പോൾ വരവറിയാം. ഇപ്പം നിങ്ങൾ ഈ പദ്ധതിയിതര ചെലവുകളെടുത്ത് നിങ്ങളുടെ വരുമാനത്തേക്കാൾ കൂടുതലാണെങ്കിൽ ചിലവ് ചുരുക്കിയേ പറ്റൂ, വേറെ ഒരു വഴിയില്ല. പ്ലാൻ ഫണ്ട് എടുത്ത് ഇതിന് ചിലവാക്കാൻ പറ്റത്തില്ല. തനത് ഫണ്ട് അത് ഉപയോഗിക്കാം, മെയിൻ്റനൻസ് ഗ്രാൻഡ് അത് ഉപയോഗിക്കാം, ജനറൽ പർപ്പസ് ഗ്രാൻഡ് അതിനുള്ളിൽ ഭരണച്ചെലവെല്ലാം നിന്നോണം. സർക്കാർ നിങ്ങളുടെ പദ്ധതിതര ചെലവെല്ലാം നിന്നോണം, ഒതുക്കിക്കോണം. സാധാരണഗതിയിൽ എല്ലാ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്കും ഇങ്ങനെയുള്ള ചെലവുകളെല്ലാം കഴിഞ്ഞ് ബാക്കി മിച്ചം ഉണ്ടാവും. ആ മിച്ചം വരുന്നത് പദ്ധതിയുടെ ഭാഗമായിട്ട് ചേർത്ത് വേണം പരിപാടി തയ്യാറാക്കാൻ. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പായി. ഈ രണ്ടാമത്തെ സ്റ്റെപ്പിൽ വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾക്ക് അവരുടെ മേഖലയിൽ അടുത്ത വർഷം പദ്ധതിതര ചെലവുകൾ എത്ര വേണം. പദ്ധതിതര ചെലവ് വെച്ചാൽ ഭരണച്ചെലവ്, വൈദ്യുതി വാട്ടർ ചാർജുകൾ, മെയിൻ്റനൻസ് ചെലവ്, ഇതുപോലുള്ള ചെലവുകളെല്ലാം എത്ര വേണം, ആവർത്തന ചെലവ് എന്നത് അവർ കണക്ക് കൂട്ടി കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് എല്ലാം വെക്കാൻ പറ്റില്ല. മിച്ച 5% ഉണ്ടായിക്കോണമെന്നില്ലേ, അത് വെച്ചിട്ടത് ക്രമീകരിക്കണം. അപ്പോൾ ചില ചെലവുകളൊക്കെ നിങ്ങൾ തൽക്കാലം വേണ്ടെന്ന് വെക്കേണ്ടി വരും. ചില പഞ്ചായത്തുകൾക്ക് തനത് ഫണ്ട് വളരെ കുറവായതുകൊണ്ട് ഈ ഹോണററിയും കാര്യങ്ങളും കൊടുക്കാൻ പോലും പറ്റില്ല. മുനിസിപ്പാലിറ്റികൾക്ക് പെൻഷൻ കൊടുക്കാനുള്ള പണം ഉണ്ടാവുന്നില്ല. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഇപ്പം അങ്ങ് പരിഹരിക്കാൻ കഴിയില്ല. ഇപ്പം തൽക്കാലം ബഡ്ജറ്റ് പാസ്സാക്കുമ്പോൾ കമ്മി പറ്റത്തില്ല, പെൻഷനുള്ള പണം കുറയും, ഹോണറിയത്തിന് പണം ഉണ്ടായെന്ന് വരില്ല. നമുക്ക് പിന്നീട് അടുത്ത വർഷം ചർച്ച ചെയ്യാം. ഇങ്ങനെയുള്ള പഞ്ചായത്തുകൾക്കും നഗരസഭകൾക്കും എന്ത് കൂടുതൽ ധനസഹായം സർക്കാരിൽ നിന്ന് വേണം തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങളുടെ അസോസിയേഷനുകൾ വഴി നമുക്കെടുക്കാം. തൽക്കാലം ഇതിൻ്റെ തത്വം മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. വരുമാനം എടുത്തു, അതിനോടൊപ്പം തന്നെ പദ്ധതിതര ചെലവുകളെടുത്തു, അത് ക്ലോസ് ചെയ്തു. സ്റ്റെപ്പ് 2 തീർന്നു. മൂന്നാമത്തത് ഇനിയാണ് പദ്ധതിതര ചെലവും പദ്ധതി ചെലവും ചേർത്ത് കഴിഞ്ഞാൽ മൊത്തം ചെലവായി. അപ്പോൾ പദ്ധതി രൂപീകരിക്കണം, അത് വേറൊരു രീതിയാണ്. സംസ്ഥാനത്ത് എൻ്റെ ബഡ്ജറ്റിൽ വെച്ചത് പദ്ധതിതര ചെലവ് അത് 6 മാസം മുമ്പ് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുമായിട്ട് ചർച്ച ചെയ്ത് തീരുമാനിച്ചതാണ്. പദ്ധതിയോ സംസ്ഥാനത്ത് ആസൂത്രണ ബോർഡുണ്ട്, അവരുണ്ടാക്കണതാ. അല്ല, ഞാനല്ല പ്ലാൻ ഉണ്ടാക്കണം, ഞാൻ പ്ലാനിംഗ് ബോർഡ് മെമ്പറാണ്. പക്ഷേ ആസൂത്രണ ബോർഡാണ് തയ്യാറാക്കുന്നത്. നമ്മുടെ പഞ്ചായത്തുകൾക്ക് നഗരസഭകൾക്ക് ഇങ്ങനെ ആസൂത്രണ ബോർഡെന്നും പറഞ്ഞ ഔപചാരികമായിട്ടൊന്നില്ല.
പക്ഷേ നമുക്ക് നമ്മുടെ കർമ്മസമിതികളുണ്ട്, ഓരോ പ്രദേശത്തും ഇതിനെക്കുറിച്ചൊക്കെ നല്ല ധാരണയുള്ള ആളുകളുണ്ട്. അവരുടെയൊക്കെ സഹായം മേടിച്ചിട്ട് വേണം നമ്മൾ പദ്ധതി തയ്യാറാക്കാൻ. അപ്പോൾ പദ്ധതി തയ്യാറാക്കുന്നതിന് നമ്മളുണ്ടാക്കിയുള്ള രീതി അത് 1997 ജനകീയാസൂത്രണത്തിൽ രൂപം നൽകിയിട്ടുള്ള രീതിയാണ്. ഇന്നും അതിനപ്പുറം വേറൊന്നിനെക്കുറിച്ച് ചിന്തിക്കാൻ രാജ്യത്തിന് കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞതിന് മുമ്പത്തെ വർഷമുണ്ടല്ലോ, ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കേന്ദ്ര സർക്കാർ ജനകീയാസൂത്രണം നടപ്പാക്കാൻ വേണ്ടി തീരുമാനിച്ച് ഉത്തരവിറക്കി. അപ്പോൾ ചോദിച്ചത് എന്ത് കഥ ഇത്? നോക്കിയപ്പോൾ എന്താ, 10 വർഷം മുമ്പ് അങ്ങാണ്ടൊരു ഫയൽ തുടങ്ങി ഇപ്പോഴാണ് ഉത്തരവിറങ്ങിയത്. എങ്ങനെ നടന്നില്ല, വേറെ കഥ. പക്ഷേ അത്രയ്ക്ക് വലിയ അംഗീകാരമുള്ള ഒരു നടപടിക്രമമാണ്. അതിന് 2-3 ലക്ഷ്യങ്ങളുണ്ട് ആ നടപടിക്രമങ്ങൾ. ഒന്ന്, ജനങ്ങളുടെ പങ്കാളിത്തം പരമാവധി കൊണ്ടുവരിക, ജനങ്ങളെ പങ്കാളികളാക്കാം. 2, വിദഗ്ധന്മാരെ പങ്കാളികളാക്കാം. വേറെ വോട്ടിട്ടല്ല, ഒരു ചർച്ചയും ചിന്തയും വേണം ഇതിനെക്കുറിച്ച് ഗൗരവമായിട്ട് ഓരോ പ്രൊജക്റ്റിനെയും കുറിച്ച്. 3, സുതാര്യത. എഴുതി തയ്യാറാക്കിയ രേഖയുണ്ടെങ്കിൽ പിന്നെ അത് മാറ്റിമറിക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ സുതാര്യത, വൈദഗ്ധ്യം, ജനപങ്കാളിത്തം, ഇത് 3ഉം ഉൾച്ചേർക്കുന്ന സംയോജിപ്പിക്കുന്ന ഒരു രീതി സമ്പ്രദായമാണ് പ്ലാൻ തയ്യാറാക്കാൻ നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത്. അത് സംബന്ധിച്ച് പ്രത്യേക ഉത്തരവിറങ്ങി. ഞാനിപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കുന്നില്ല. നടപടിക്രമങ്ങൾ പ്രകാരം നിങ്ങൾ ഇതിനകം വർക്കിംഗ് ഗ്രൂപ്പുകൾ രൂപീകരിച്ച് കാണും. വർക്കിംഗ് ഗ്രൂപ്പുകൾ പദ്ധതി ഉൾപ്പെടുത്തേണ്ട നിർദ്ദേശങ്ങളൊക്കെ തയ്യാറാക്കി അത് ഗ്രാമസഭകളിൽ അവതരിപ്പിക്കും. ഗ്രാമസഭകൾ കഴിഞ്ഞാൽ വികസന സെമിനാറിൽ ചർച്ച ചെയ്യും. അതിനടിസ്ഥാനത്തിൽ നിങ്ങളുടെ ഭരണസമിതി ചേർന്ന് പദ്ധതി രേഖ അംഗീകരിക്കും. ആ രേഖ ബഡ്ജറ്റിലേക്ക് ചേർക്കും. ഇവിടെ ഞാൻ നേരത്തെ സംസ്ഥാനത്ത് എന്താ ചെയ്യുന്നത്, ആസൂത്രണ ബോർഡ് പ്ലാൻ ഉണ്ടാക്കും. ആ പ്ലാൻ ബഡ്ജറ്റിൽ ചേർക്കുന്ന പോലെ ഈ പറഞ്ഞ നടപടിക്രമങ്ങളിലൂടെ നിങ്ങൾ രൂപം നൽകുന്ന പ്ലാൻ, അത് പദ്ധതിയുടെ ചെലവ് സ്റ്റെപ്പ് 1 and 2, ആ സ്റ്റെപ്പ് 1 and 2-ലുണ്ടായ രേഖയും ഈ രേഖയും ചേർക്കുമ്പോൾ ബഡ്ജറ്റായിട്ട് മാറും. പക്ഷേ ഇതിനൊരു ചെറിയ പ്രശ്നം ഇത്തവണ ഉണ്ടാവും കേട്ടോ. എന്നാ ഈ ഇലക്ഷൻ വരണമെന്നറിയത്തില്ല. അപ്പോൾ ഇലക്ഷൻ നമ്മൾ വരും, എന്ത് വന്നാലും മാർച്ച് മാസത്തിൽ ഇലക്ഷൻ ഡിക്ലറേഷൻ വരും. അത് കഴിഞ്ഞാൽ ഈ പുതിയ കാര്യമൊന്നും പ്രഖ്യാപിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് ഫെബ്രുവരി അവസാനം ഉണ്ടല്ല ബഡ്ജറ്റ് പാസ്സാക്കണം. എന്താ സംസ്ഥാന ബഡ്ജറ്റ് ജനുവരി മാസത്തിൽ അവതരിപ്പിച്ച്, ഇനി അബദ്ധവശാൽ ഫെബ്രുവരിയിലും വല്ല ഇലക്ഷൻ ഡിക്ലറേഷൻ വന്നാൽ പിന്നെ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ജനുവരിയിലാക്കിയത്. ഇനിയിപ്പോൾ കണക്കുകൾ നമുക്ക് ലഭിച്ചിട്ടുള്ള വിവരം അനുസരിച്ച് മാർച്ച് മാസത്തിലാണ് വരിക. അതുകൊണ്ട് ഫെബ്രുവരിയിൽ പാസ്സാക്കണം. ഫെബ്രുവരിയിൽ പാസ്സാക്കുമ്പോൾ ഈ പറഞ്ഞ പ്ലാൻ നടപടിക്രമങ്ങളൊക്കെ ചിലപ്പോൾ സ്ഥലങ്ങളിൽ തീർന്നെന്ന് വരത്തില്ല. അപ്പോൾ അതും കൂടി കണക്കിൽ വെച്ചിട്ടാണ് നമ്മൾ ഫെബ്രുവരിയിൽ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ പദ്ധതി രൂപീകരണം, പദ്ധതി ചെലവ് എങ്ങനെ ഉൾക്കൊള്ളിക്കാം എന്നുള്ള നിർദ്ദേശം ഞാൻ വെക്കുന്നത്. ഏതായാലും പദ്ധതി രേഖ അംഗീകരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി പദ്ധതി ചെലവിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പോവുകയാണ്. പദ്ധതി ചെലവിൽ ആദ്യം തീരുമാനിക്കേണ്ട കാര്യം എന്താണ്? അതാണ് 4ാമത്തെ സ്റ്റെപ്പ്. ക്യാരി ഓവർ ഏതൊക്കെ വേണം? 20% പറ്റത്തുള്ളൂ. നിങ്ങൾ 50% പണം ചിലവാക്കിയുള്ളൂ. 50% പണം ചിലവാകാനുണ്ട്, എന്നാലും 20% ക്യാരി ഓവർ അനുവദിക്കത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ തീരുമാനിക്കേണ്ടി വരും ഈ ക്യാരി ഓവറിൽ ഏതൊക്കെ പ്രൊജക്റ്റ് ഉൾപ്പെടുത്താം, നിലവിലുള്ള പ്രൊജക്റ്റുകൾ. അപ്പോൾ നിർവഹണ ഉദ്യോഗസ്ഥൻ പറയണ് ഈ പ്രൊജക്റ്റിൽ 20 ലക്ഷം രൂപയുടെയാണ്, 10 ലക്ഷം ചിലവാകുള്ളൂ. അപ്പോൾ 10 ലക്ഷം ഈ പ്രൊജക്റ്റിന് അടുത്ത വർഷത്തേക്ക് ക്യാരി ഓവർ വേണം. വേറെ ഉദ്യോഗസ്ഥൻ പറയണം 5% ചിലവാകുള്ളൂ. അപ്പോൾ ആ പ്രൊജക്റ്റിൻ്റെ 95% അടുത്ത വർഷത്തേക്ക് മാറ്റിവെക്കണം. ഒരു പ്രൊജക്റ്റ് തുടങ്ങിയിട്ടേ ഇല്ല, എന്നാൽ നമുക്ക് ആഗ്രഹമുണ്ട് ചെയ്യണം, ഉൾപ്പെടുത്താം, പക്ഷേ 20%-അപ്പുറം ഇല്ല.
അപ്പോൾ നമ്മുടെ ഈ വർഷത്തെ പ്രൊജക്റ്റുകൾ ഏതെല്ലാം തീരില്ല, അതിന് ഏതൊക്കെ പ്രൊജക്റ്റുകൾ 20% ഉൾപ്പെടുത്താം എന്നുള്ളത് ചർച്ച ചെയ്ത് തീരുമാനിക്കണം. ബാക്കിയുള്ളത് നടപ്പാക്കണമെങ്കിൽ അടുത്ത വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തണം, അല്ലെങ്കിൽ നടപ്പാക്കാൻ പണം ഉണ്ടാവില്ല. പലരും ഇത് ഓർക്കാറില്ല. എന്നിട്ട് അവസാനം ആ പ്രൊജക്റ്റിന് കൊടുക്കാൻ പണമില്ല, ഞങ്ങൾ പ്രൊജക്റ്റ് നടപ്പാക്കി, ട്രഷറിയിൽ നിന്ന് പണം അനുവദിക്കുന്നില്ല. നിങ്ങളുടെ പദ്ധതി രേഖയിലെ ഓരോ പ്രൊജക്റ്റിനും നമ്പറുണ്ട്. ആ നമ്പറിനനുസരിച്ച് ട്രഷറിയിൽ നിന്ന് പണം എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം അതുകൊണ്ട് ഏതൊക്കെ പ്രൊജക്റ്റുകളാണ് ക്യാരി ഓവറിൽ ഉൾപ്പെടുത്തുന്നത് എന്ന് കൃത്യമായിട്ടങ്ങ് തീരുമാനിച്ചോണം. ചില മാറ്റങ്ങൾ വരും. ചിലതിപ്പോൾ തീരില്ല എന്ന് പറഞ്ഞ് തീർന്നുപോയി. ചിലത് ഇത്തവണ നടപ്പാവുമെന്ന് പറഞ്ഞ് കുറച്ചുകൂടെ അടുത്തേക്ക് കൊണ്ടുപോകണം. പക്ഷെ അടുത്ത വർഷത്തെപ്പെടുത്തേനും 20% ഉള്ളൂ, ചിലതങ്ങ് വെട്ടിക്കളയേണ്ടി വരും. സോ ഇത് വളരെ പ്രധാനപ്പെട്ട സ്റ്റെപ്പാണ്. നാലാമത്തെ സ്റ്റെപ്പ് 20% ക്യാരി ഓവർ. അതിലേതൊക്കെ പ്രൊജക്റ്റുകൾ ഉൾപ്പെടുത്തും എന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം. അത് കഴിഞ്ഞാൽ ആ 20% കഴിഞ്ഞാലോ പിന്നെ ഈ നാലാമത്തെ സ്റ്റെപ്പിൻ്റെ ഭാഗമായി വേറൊന്നുണ്ട്. നമ്മളൊരു ഭാഗം തുക വെച്ചാൽ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും പണം തരും. കേന്ദ്രാവിഷ്കൃത സംസ്ഥാനാവിഷ്കൃത പദ്ധതികളെന്നാണ് പറയണത്. പല തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും ഇതിനെക്കുറിച്ച് വിമർശനമുണ്ട്. നിങ്ങളിങ്ങനെ മുകളിൽ നിന്ന് ആവിഷ്കരിച്ച് തരുന്നത് മൂലം ഞങ്ങൾക്ക് ഇഷ്ടം പോലെ പണം ചെലവഴിക്കുന്നതിന് കഴിയുന്നില്ല. അതിൽ ശരിയുണ്ട്. പക്ഷേ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര സർക്കാർ പണം തരുന്നത് ആവിഷ്കരിച്ച് തരുന്ന പദ്ധതികളായിട്ടാണ്. അത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ വഴി നടപ്പാക്കുമ്പോൾ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും അതിലൊരു പങ്ക് വഹിക്കേണ്ടി വരും. പക്ഷെ നിങ്ങളതിനെ എങ്ങനെ കാണണമെന്നാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയട്ടെ. ഇത് കൂടുതൽ പണം ലിവറേജ് ചെയ്യാനുള്ള ഒരു വഴിയായിട്ടാണ് നിങ്ങൾ കാണേണ്ടത്. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഈ പിറുപിറുക്കൊക്കെ തീരും. എന്താ ഞാൻ ഈ പറഞ്ഞത്? ഉദാഹരണത്തിന് ICDS കൈമാറി കിട്ടിയ സ്ഥാപനവും അതിന് നമ്മൾ ന്യൂട്രീഷന് ഭക്ഷണത്തിന് പണം നീക്കി വെക്കണം. ആ നീക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേന്ദ്രാവിഷ്കൃത പദ്ധതിയായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ പണം നിങ്ങളുടെ പഞ്ചായത്തിലേക്കല്ലേ വരുന്നത്. അതല്ലെങ്കിൽ തൊഴിലുറപ്പിന് ഇപ്പോൾ നിങ്ങൾ പണമൊന്നും നീക്കി വെക്കണ്ട. പക്ഷേ തൊഴിലുറപ്പിൻ്റെ മെറ്റീരിയൽ കോസ്റ്റ് അധികം വന്നു കഴിഞ്ഞാൽ പ്ലാൻ ഫണ്ടിൽ നിന്ന് പണം വെച്ചാലേ നമുക്ക് നടത്താൻ പറ്റുള്ളൂ പ്രൊജക്റ്റ്. അപ്പോൾ 10 ലക്ഷം രൂപ നിങ്ങൾ ഒരു തൊഴിലുറപ്പ് പദ്ധതിക്ക് വേണ്ടി മാറ്റിവെച്ചാൽ അത് ഉപയോഗപ്പെടുത്തിയാൽ നിങ്ങൾ ഒരു പക്ഷേ 2 കോടി രൂപയുടെ 3 കോടി രൂപയുടെ തൊഴിലുറപ്പ് റോഡായിരിക്കും നിർമ്മിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ പഞ്ചായത്തിലെ മുഴുവൻ കാലിത്തൊഴുത്തുകളും നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളിത് ഉപയോഗപ്പെടുത്തുന്നു. അല്ലെങ്കിൽ ഒരു 10 ലക്ഷം രൂപ മെറ്റീരിയൽ കോസ്റ്റ് വേണ്ടി നിങ്ങൾ കൂടുതൽ നീക്കി വെക്കുന്നു. സംസ്ഥാന സർക്കാർ പറഞ്ഞതിനേക്കാൾ കൂടുതൽ മെറ്റീരിയൽ കോസ്റ്റ് വേണ്ടി വരും. എന്തിന്? നിങ്ങളുടെ അങ്കണവാടി സ്മാർട്ട് അങ്കണവാടിയാക്കാൻ തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ തൊഴിലുറപ്പിൽ ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ കുറച്ച് പണം നീക്കി വെക്കുന്നു. ഇതിനെയാണ് ലിവറേജിങ് എന്ന് പറയുന്നത്. നിങ്ങൾ കുറച്ച് പണം മുടക്കുന്നു, പക്ഷേ അത് ഉപയോഗിച്ച് വളരെ കൂടുതൽ പണം സംസ്ഥാന സർക്കാരിൽ നിന്നും കേന്ദ്ര സർക്കാരിൽ നിന്നും നമ്മുടെ പ്രദേശത്തേക്ക് വരുന്നു. അതിനെ പോസിറ്റീവായിട്ട് കാണാൻ ശ്രമിക്കണമെന്നാണ് ഞാൻ പറയാം. ഇപ്പോൾ സംസ്ഥാനത്തെ നില എന്താണെന്നറിയാം. സംസ്ഥാനത്ത് ഏത് കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണെങ്കിലും ഓട്ടോമാറ്റിക് അതുകൊണ്ട് പണം കൊടുത്തു കഴിഞ്ഞിട്ട് വേറെ പണം വെക്കൂ. അങ്ങനെയാണ്. ഇപ്പോൾ സംസ്ഥാനത്തെ ബഡ്ജറ്റിൽ ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതിക്ക് ജൽജീവൻ മിഷൻ പണം നീക്കി വെച്ച് പോരാ, കൂടുതൽ വെക്കും. കാരണം സംസ്ഥാന സർക്കാർ 30% വെക്കുമ്പോൾ 50% പണം കേന്ദ്രത്തിൽ നിന്ന് കിട്ടുകയാണ്. ഇത് തന്നെയാണ് നിങ്ങളും ജലജീവൻ മിഷനിൽ തദ്ദേശ ഭരണ സ്ഥാപനം എത്രയാ 10% കണ്ടോ വിഹിതം നീക്കി വെക്കണം.
അത്രയും വിഹിതം നീക്കി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പല മടങ്ങ് പണം കുടിവെള്ളം പരിഹരിക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും കൂടി നിങ്ങളുടെ പഞ്ചായത്തിലേക്ക് തരും. അപ്പോൾ അതൊരു നേട്ടമാണ്, ജഡഭാരമല്ല. അങ്ങനെയല്ല കാണേണ്ടത്. സംസ്ഥാന സർക്കാരിൻ്റെ തത്വം ഇതാണ്. എൻ്റെ ബഡ്ജറ്റിലെ തത്വം പണം നീക്കി വെച്ചിട്ടുണ്ട്, പക്ഷേ കേന്ദ്രം കൂടുതൽ പണം തരുമെങ്കിൽ അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ തനത് പരിപാടി നിർത്തിവെച്ച് ആ പണം മേടിക്കും. കാരണം നാട്ടിലേക്ക് കൂടുതൽ പണം വരുന്നത് നല്ലതാണ് കേന്ദ്രത്തിൻ്റെത്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഈ കേന്ദ്രാവിഷ്കൃത സംസ്ഥാനാവിഷ്കൃത പദ്ധതികളെയും നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത്. അതിൽ 2 എണ്ണം ഉണ്ട്, SSA, ICDS. രണ്ടിനോടും നമുക്ക് ചെറിയ വിമർശനമുണ്ട്. കാരണം വെച്ചാൽ ഇപ്പോഴും നമ്മുടെ പദ്ധതിയായിട്ട് SSA ഇഴുകിച്ചേർന്നിട്ടില്ല. അത് വേറൊരു പ്ലാൻ ഉണ്ടാക്കലാണ്. ICDSലും ഈ പരിമിതിയുണ്ട്. അത് 96 മുതൽ തിരുത്തണം എന്ന് പറഞ്ഞിട്ടും തിരുത്തലങ്ങ് പൂർത്തിയായിട്ടില്ല. നമുക്കത് നോക്കാം. ജനകീയ ആസൂത്രണത്തിന് 25ാം വർഷമാണ്. ഇങ്ങനെയുള്ള പ്ലാനുകൾ, ഈ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ, സംസ്ഥാനാവിഷ്കൃത പദ്ധതികൾ, അത് താഴെത്തട്ടിലെ പദ്ധതിയുമായിട്ട് പൂർണ്ണമായിട്ട് ചേർക്കുന്നതിന് വേണ്ടിയിട്ട് എന്താ വഴി എന്നുള്ളത് നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ നമ്മൾ 4ാമത്തെ സ്റ്റെപ്പ് തീർക്കുകയാണ്. 2 പോയിന്റുകളാണ്. 1, ക്യാരി ഓവർ തുക ചർച്ച ചെയ്ത് തീരുമാനിക്കണം. 2, മുകളിൽ നിന്ന് ആവിഷ്കരിച്ച പദ്ധതികൾക്ക് എന്ത് വെക്കണം, അത് ആദ്യം വെക്കണം, അത് കഴിഞ്ഞിട്ട് ബാക്കി. ശരി, 5ാമത്തെ സ്റ്റെപ്പ് മേഖലാ വിഭജനം. ഈ ഡെവലപ്മെൻറ്റ് ഫണ്ട് അത് ചില നിയന്ത്രണമുണ്ട് എങ്ങനെ ചിലവഴിക്കണം. അതുപോലെ ഡെവലപ്മെൻറ്റ് ഫണ്ടിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ ഫിനാൻസ് കമ്മീഷൻ അവാർഡിൽ നിന്നുള്ള പണം തരുന്നത്. അതിന് പ്രത്യേകമായിട്ട് ചില നിയന്ത്രണങ്ങളുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള മുകളിൽ നിന്നുള്ള നിയന്ത്രണങ്ങൾ ഇത് സ്വല്പം സങ്കീർണമാക്കുന്നുണ്ട്, സത്യമാണ്. പക്ഷേ അത് സഹിക്കല്ല, അത് വേറെ മാർഗമില്ല. കാരണം പ്ലാൻ എന്ന് പറഞ്ഞാലേ സംസ്ഥാന തലത്തിലുണ്ട്, ജില്ലാ തലത്തിലുണ്ട്, പ്രാദേശിക തലത്തിലുണ്ട്. ഇത് 3ഉം പൊരുത്തപ്പെടണമേ. അല്ല ഓരോരുത്തരും ഓരോ ഇഷ്ടം പോലെ ചെയ്തു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അർത്ഥമില്ല പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പം പ്ലാൻ മൊത്തത്തിൽ സമഗ്രമാക്കുന്നതിന് വേണ്ടി ചില നിയന്ത്രണങ്ങൾ ഈ രീതിയിൽ വെക്കണം. സംസ്ഥാന സർക്കാരിനും ഉണ്ട് ഇതുപോലെ തന്നെ. ഇതെന്ത് പഞ്ചായത്തിനും നഗരസഭയ്ക്കും വരുന്ന പ്രശ്നമാണെന്ന് ആരും കരുതണ്ട. സംസ്ഥാന സർക്കാരിൽ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ ഏറെയുണ്ട്, അവർക്ക് അവരുടെ മാനദണ്ഡമുണ്ട്. SCP, TSP വേറെയുണ്ട്. അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ബോർഡ് അവർ ചിലവാക്കുന്നതാണ്. അതിനുള്ളിൽ നിന്നുകൊണ്ടാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്. അപ്പം മേഖലാ വിഭജനം എന്താ? 3ആയിട്ട് തിരിക്കണം. 1, SCP, TSP, അതിന് അതിൻ്റേതായ ചിട്ടകളുണ്ട്. 2, മറ്റുള്ള ഫണ്ട്, ഡെവലപ്മെൻറ്റ് ഫണ്ട്. 3, കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ഫണ്ട്. ഒന്നും കൂടി 4 എണ്ണം ഉണ്ട് കേട്ടോ. 4ാമത്തത് നിങ്ങളുടെ തനത് ഫണ്ടിൽ നിന്ന് കുറച്ച് കൂടുതൽ പ്ലാനിന് വേണ്ടി വന്ന് അതിനൊന്നും ഈ നിയന്ത്രണം ബാധകമല്ല. ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചിലവഴിക്കാവുന്നതാണ്. അപ്പോൾ ഇഷ്ടം പോലെ ഒരു നിയന്ത്രണവും ഇല്ലാത്തത് നിങ്ങളുടെ തനത് ഫണ്ട് ഏത് മേഖലയിലോ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ചിലവഴിക്കാം. എളുപ്പമായി അത്. പിന്നെ ഏറ്റവും കുറവ് നിയന്ത്രണമുള്ളത് കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ടാണ്. വെച്ചാൽ കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ടല്ല, സംസ്ഥാനത്തിന് കിട്ടുന്ന ഫിനാൻസ് കമ്മീഷൻ അവാർഡ്. അത് നമ്മുടെ പഞ്ചായത്തുകൾക്കാണെങ്കിൽ 50% ഇഷ്ടം പോലെ ചെലവഴിക്കാം. അതിന് മേഖലാ നിയന്ത്രണങ്ങളൊന്നുമില്ല. 50% കുടിവെള്ളത്തിനും ശുചിത്വത്തിനുമായിരിക്കണം. അതിപ്പോൾ ജലജീവൻ മിഷന് വേണ്ടി അങ്ങ് ചെലവഴിക്കാൻ തീരുമാനിച്ചാൽ മതി, കുടിവെള്ളത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ ബാക്കി എന്താ? പിന്നെ ഉള്ളത് ഡെവലപ്മെൻറ്റ് ഫണ്ടാണ്, സംസ്ഥാന സർക്കാർ തരുന്നത്. അതിൽ SCP, TSP ഉണ്ട്. അതിൽ ഒരൊറ്റ നിയന്ത്രണം മാത്രമേ ഉള്ളൂ. 30% പശ്ചാത്തല മേഖലയിൽ ചെലവഴിക്കാൻ പറ്റില്ല. കാരണം SCP ഫണ്ട് എടുത്ത്
പൊതു റോഡുകളും കാര്യങ്ങളും ചെയ്യുന്നത് ശരിയല്ല. SCP ഫണ്ടെടുത്ത് അല്ലെങ്കിൽ TSP ഫണ്ടെടുത്ത് എല്ലാം പൊതു ആവശ്യത്തിന് വേണ്ടിയിട്ട് ചിലവഴിക്കുന്നത് നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അതുകൊണ്ട് ഒറ്റ നിയന്ത്രണമുള്ളൂ, 30% അതിനേക്കാൾ കൂടുതൽ വരരുത് പശ്ചാത്തല സൗകര്യങ്ങൾ. ബാക്കി ഇഷ്ടം പോലെ ചിലവഴിക്കാം. പക്ഷേ പട്ടികജാതിക്കാർക്കും പട്ടികവർഗക്കാർക്കും വേണ്ടി മാത്രം. ഇത് ഗൗരവമാണ്. എന്താ ഗൗരവം എന്ന് പറയുന്നത്? SCP TSP ഫണ്ട് ചിലവഴിച്ചില്ലെങ്കിലേ ഈ വർഷവും ഞാനത് പറഞ്ഞില്ല, 20% ക്യാരി ഓവറില്ലേ ആദ്യം SCP TSP പ്രൊജക്റ്റുകൾ വെച്ച് കഴിഞ്ഞിട്ടേ ബാക്കി വെക്കാൻ പറ്റൂ. അപ്പോൾ ഈ പണം ചിലവഴിച്ചില്ലെങ്കിൽ പിന്നെ വേറെ ക്യാരി ഓവർ കിട്ടൂല ജനറൽ ഫണ്ടിൽ നിന്ന്. അപ്പോൾ അതുകൊണ്ട് ഇത് വളരെ ശ്രദ്ധയോടുകൂടി ഈ പ്രൊജക്റ്റുകൾ തയ്യാറാക്കിയില്ലെങ്കിൽ നാളെ ക്യാരി ഓവർ ഇത് മാത്രമായിട്ട് മാറും. ഈ വർഷം ഒത്തിരി പഞ്ചായത്തുകൾക്ക് സംഭവിക്കാൻ പോകുന്നുണ്ട്, ഒത്തിരി നഗരസഭകൾക്ക് സംഭവിക്കാൻ പോകുന്നുണ്ട്. അതിൽ ദേഷ്യപ്പെട്ടിട്ടൊന്നും കാര്യമില്ല. ഈ ഫണ്ട് നമുക്ക് ലാപ്സാക്കാൻ പറ്റില്ല. വലിയ വിമർശനമാണ് SCP TSP ഫണ്ട് ചിലവാക്കുന്നത് സംബന്ധിച്ച്, അതിലെ അവധാനതയില്ലായ്മയെക്കുറിച്ചൊക്കെ വന്നിരിക്കുന്നത്. അത് നമ്മൾ തിരുത്തേണ്ടതുണ്ട്. ശരി, അപ്പോൾ ഇനി പൊതുഫണ്ടാണ്. പൊതുഫണ്ട് ഉൽപ്പാദന മേഖലയ്ക്ക് 30% എങ്കിലും ചിലവാക്കണം. 50 ചിലവാക്കിയാലും കുഴപ്പമില്ല. പശ്ചാത്തല മേഖലയ്ക്ക് 30% ചിലവാക്കണം. അല്ല, പരമാവധി 30% ചിലവാക്കാൻ പാടുള്ളൂ. സ്ത്രീകൾക്ക് വേണ്ടി 10% ചിലവഴിക്കണം. വയോജനങ്ങൾക്കും പാലിയേറ്റീവിനും വേണ്ടി 5%, കുട്ടികൾക്ക് ഭിന്നശേഷിക്കാർക്ക് 5%, ലൈഫിന് 20%. ഇപ്പം തലസപ്പം പെരുത്ത് കാണും. 4 ഇനങ്ങൾ, അതിൽ ഓരോന്നിലും വ്യത്യസ്തമാണ് മാനദണ്ഡങ്ങൾ. അപ്പോൾ എന്താ നമ്മളെങ്ങനെ ചെയ്യാം? ഈ പദ്ധതി രേഖയിലുള്ള പ്രൊജക്റ്റുകൾ എവിടെ ഫിറ്റ് ചെയ്യാൻ പറ്റും എന്ന് നോക്കി ഫിറ്റ് ചെയ്യുക. സെയിം ഉൽപ്പാദന മേഖലയിൽ ജനറൽ പർപ്പസിൽ നിന്ന് 30% ചിലവഴിക്കുന്നുണ്ടല്ലോ. എല്ലാ ഉൽപ്പാദന പ്രോജക്റ്റുകളും വെക്കാം. 30% വരുന്നില്ലെങ്കിൽ വേറൊരു പുതിയ പ്രൊജക്റ്റ് എഴുതി ചേർക്കേണ്ടി വരും. അല്ലെങ്കിൽ SCPയിൽ ഉൽപ്പാദന മേഖലയിൽ പ്രോജക്റ്റ് ഉൾപ്പെടുത്താം. എന്താ പെടുത്താൻ പറ്റാതെയ്യ? പക്ഷേ SCPക്ക് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. വേണമെങ്കിൽ ഉൽപ്പാദന മേഖലയിൽ പെടുത്താം. സ്കിൽ ട്രെയിൻ ചെയ്ത് പുറത്ത് ഒരു ജോലി അവർക്ക് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ട്രെയിനിങ് നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൊണ്ടുപോയി പഠിപ്പിച്ച് അവിടെ കൊണ്ടുപോയാക്കുന്നത് നിങ്ങൾക്ക് ഉൾപ്പെടുത്താവുന്നേ ഉള്ളൂ. ഇത് കുറച്ച് ഭാവനയോടുകൂടി നമ്മളൊന്ന് ചെയ്യണം. പ്രത്യക്ഷത്തിൽ വിചാരിക്കും വലിയ പ്രയാസമാണല്ലോ, ഇത്രയും അവാന്തര വിഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ. നിങ്ങളുടെ പദ്ധതി രേഖ അംഗീകരിച്ചിട്ടുള്ളതാണെങ്കിലും ഈ നിബന്ധനകൾ നമ്മുടെ ബഡ്ജറ്റിൽ കൃത്യമായിട്ട് ഉൾക്കൊള്ളിച്ചേ പറ്റൂ. അപ്പോൾ നമ്മൾ SCP രണ്ടായിട്ട് തിരിക്കും. പശ്ചാത്തല സൗകര്യം, ബാക്കിയുള്ളവ. കേന്ദ്ര സർക്കാരിൽ നിന്ന് കിട്ടുന്ന പണം അത് 2ആയിട്ട് തിരിക്കും, അൺടൈഡ്, ടൈഡ്. ബാക്കി ജനറൽ ഫണ്ട് നമ്മൾ പലതായിട്ട് തിരിക്കേണ്ടി വരും. എന്നിട്ട് പ്രൊജക്റ്റുകൾ അതിൽ ഉൾക്കൊള്ളിക്കുമ്പോൾ ഈ പറഞ്ഞ തോത് വന്നോ ഇല്ലയോ എന്നുള്ളത് ഉറപ്പാക്കണം. എന്നിട്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വേണം നമ്മുടെ ബഡ്ജറ്റ് രേഖയിൽ ഇത് പറയാനായിട്ട്. ഞാനിപ്പോൾ സമയം ഒത്തിരി ആയതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് പറയാം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ പദ്ധതി രേഖയിൽ ഒരുപാട് വിഭവ സമാഹരണ മാർഗങ്ങളുണ്ട്. സ്പോൺസർഷിപ്പ് വഴി ശേഖരിക്കുന്നത്, നമ്മൾ വായ്പ ഒരിടത്തിനെടുക്കുന്നത്, ഗുണഭോക്തൃഹിതമായിട്ട് ചേർക്കുന്നത്, ഇതൊക്കെ പ്ലാൻ നമ്മുടെ ബഡ്ജറ്റിലേക്ക് കൊണ്ടുവന്ന് ബഡ്ജറ്റ് ഇങ്ങനെ ഊതിയുറപ്പിക്കേണ്ട. ബഡ്ജറ്റിനുള്ളിൽ ഈ പറഞ്ഞ പ്ലാൻ ഫണ്ടിൽ നിന്ന്, മെയിൻ്റനൻസ് ഫണ്ടിൽ നിന്ന്, നമ്മുടെ ജനറൽ പർപ്പസ് ഗ്രാൻറ്റിൽ നിന്ന്, തനത് ഫണ്ടിൽ നിന്ന് കിട്ടുന്ന പണം മാത്രം നമ്മൾ വകയിരുത്തി ബഡ്ജറ്റ് ഉണ്ടാക്കിയാൽ മതി. ബാക്കിയുള്ളത് പറയാം എവിടെ? നമ്മുടെ ബഡ്ജറ്റ് പ്രസംഗത്തിൽ. ഞാൻ ചെയ്യുന്നത് അങ്ങനെയാണ്. നമ്മുടെ സംസ്ഥാന ബഡ്ജറ്റ് തയ്യാറാക്കുമ്പോൾ സംസ്ഥാനം
എത്രയാണ് കേന്ദ്രാവിഷ്കൃത പദ്ധതിക്ക് വേണ്ടി ചെലവഴിക്കുന്നത്, അത് ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തും. അപ്പോൾ ഇതാണ് മനസ്സിൽ വെക്കേണ്ടുന്ന ഒരു കാര്യം. ഈ പ്രൊജക്റ്റുകളൊക്കെ ബഡ്ജറ്റിൽ ഉൾക്കൊള്ളിക്കുമ്പോൾ ബഡ്ജറ്റിൻ്റെ വരവിൽ അല്ലെങ്കിൽ ചെലവിൽ നമ്മുടെ പ്ലാൻ ഫണ്ട് മാത്രമേ വെക്കണുള്ളൂ. ബാക്കിയുള്ളതൊക്കെ നമ്മുടെ പ്രസംഗത്തിലേ നമ്മൾ ഉൾപ്പെടുത്തുന്നുള്ളൂ. പദ്ധതി രേഖയിൽ പിന്നെ ചില മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. പത്ത് കഴിഞ്ഞാൽ നമുക്ക് DPC കൊണ്ടുപോയി അംഗീകാരം പിന്നെ മേടിക്കാം. ഒരു കാര്യം വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്, അത് തൊഴിലുറപ്പ് നമ്മൾ ഉൾപ്പെടുത്തണം. തൊഴിലുറപ്പ് പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് കിട്ടുന്ന പണമാണ്, അത് ഉൾപ്പെടുത്തിയേ പറ്റും. എന്തുകൊണ്ട് ഉൾപ്പെടുത്തണം? വലിയ സ്വാതന്ത്ര്യമാണ് ഇപ്പോൾ. മറ്റീരിയൽ കോസ്റ്റ് കൂടി 30% ഈ പദ്ധതിയുടെ ഭാഗമായി കിട്ടുന്നത് കൊണ്ട് റോഡ് നിർമ്മാണത്തിന്, അങ്കണവാടി നിർമ്മാണത്തിന്, തൊഴുത്തുകൾ നിർമ്മിക്കുന്നതിന്, അതല്ലെങ്കിൽ നമ്മുടെ തോടുകൾ, കുളങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് നമ്മുടെ പ്ലാൻ ഫണ്ട് പോലെ തന്നെ ഇത് ഉപയോഗപ്പെടുത്താമെന്ന്, അതിൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. അപ്പോൾ ലേബർ ബഡ്ജറ്റ് ഇപ്പോൾ തയ്യാറാക്കിയിട്ടുണ്ട്. ആ ലേബർ ബഡ്ജറ്റ് എടുത്ത് വെക്കലായിരിക്കും, അത് പ്രത്യേകം പറയാം. പക്ഷേ ലേബർ ബഡ്ജറ്റ് എടുക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ലേബർ ബഡ്ജറ്റ് ഇനിയും വർദ്ധിപ്പിക്കേണ്ടിയും വരും. ഏതായാലും ഇത്തരത്തിൽ ഒന്ന് ക്രമീകരിച്ച് കഴിഞ്ഞാൽ രണ്ടും കൂടി ചേർത്താൽ നമ്മുടെ ബഡ്ജറ്റായി. ഞാനത് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങളോട് പറയുന്നത് ബഡ്ജറ്റ് പ്രസംഗത്തെക്കുറിച്ചാണ്. അത് നന്നായിട്ടും തയ്യാറാക്കണം. എന്താ ബഡ്ജറ്റ് പ്രസംഗത്തിൽ? വരവും ചെലവും ഈ കണക്കുകളൊക്കെ അനുബന്ധമായിട്ട് കൊടുത്താൽ മതി. കൊടുക്കണം, അതില്ലെങ്കിൽ പിന്നെ ബഡ്ജറ്റില്ല. രണ്ടാമത്തതേ, നമ്മുടെ പഞ്ചായത്തിൽ അടുത്ത വർഷം എന്താ നമ്മൾ പ്രധാനമായിട്ട് ചെയ്യാൻ പോകുന്നത്, അതിനെക്കുറിച്ചൊരു വിവരണം ഉണ്ടാവണം. ഞാൻ നിങ്ങളോട് നിർദ്ദേശിക്കാം, ഓരോ ബഡ്ജറ്റും ഇത്രായിരം പേർക്ക്, 5000 പേർക്ക്, 10000 പേർക്ക്, 25000 പേർക്ക്, അല്ല നഗരസഭകൾ കോർപ്പറേഷനൊക്കെ ആണെങ്കിൽ 50000 പേർക്ക് തൊഴിൽ നൽകും എന്നത് ഉൾപ്പെടുത്തണം. അത് പ്രൊജക്റ്റ് ഉണ്ടാവണമെന്ന്. എങ്ങനെ തൊഴിൽ നൽകുന്നത്? തൽക്കാലം എല്ലാ പ്രോജക്റ്റും എടുക്കാൻ പറ്റൂല. ഒന്ന് അവിടെയുള്ള ബാങ്കേഴ്സോട്ടൊക്കെ ചർച്ച ചെയ്താൽ ഇത്ര വായ്പ കിട്ടും, ആ വായ്പയുടെ പലിശ പഞ്ചായത്തിൽ നിന്ന് കൊടുക്കും എന്ന് പറഞ്ഞാൽ ഈ ബാങ്കുകളൊക്കെ വായ്പ കൊടുക്കാൻ തയ്യാറാവും സ്വയം തൊഴിലിന്. അപ്പം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ വ്യവസായ വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥൻ, അവിടുത്തെ ഏതെങ്കിലും പ്രധാനപ്പെട്ട ബാങ്കിൻ്റെ ഉദ്യോഗസ്ഥൻ, ബ്ലോക്ക് തല ബാങ്കിൻ്റെ വർത്തമാനമൊക്കെ ചെയ്യുന്ന നമ്മുടെ അവിടുത്തെ സഹകരണ ബാങ്കിൻ്റെ പ്രതിനിധി, കുടുംബശ്രീയുടെ പ്രതിനിധി, ഇവരൊക്കെ ആയിട്ടൊന്ന് ഇരുന്നിട്ടേ അടുത്ത വർഷം എത്ര കോടി രൂപ വായ്പയായിട്ട് സ്വയം തൊഴിലിന് ലഭ്യമാവും, അതിന് നമ്മൾ പലിശ ഇനി പൂർണ്ണം നൽകുന്നില്ല, പാതി പലിശ തദ്ദേശ ഭരണ സ്ഥാപനം കൊടുക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരമായിരിക്കും. നമ്മുടെ പഞ്ചായത്തിന് ഞങ്ങൾ 5000 പേർക്ക് പണി കൊടുക്കണം. അതിന് പരിപാടി ഇടും സംസ്ഥാന സർക്കാരിൻ്റേത്. ഏത് പഞ്ചായത്തിനാണോ ഇങ്ങനെ പണം നീക്കി വെക്കുന്നത് അവർക്ക് അതിൻ്റെ ഗുണം കിട്ടാൻ പോണത്. എൻ്റെ ബഡ്ജറ്റിൽ ഞാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് 5 ലക്ഷം പേർക്ക് തൊഴിൽ നൽകും. അതിൽ 2 ലക്ഷം പേര് കുടുംബശ്രീയുടെ തൊഴിൽ ഗ്രൂപ്പുകൾ, ഇത് നമ്മുടെ കാർഷിക മേഖലയിൽ, 3 ലക്ഷം പേര് കാർഷികേതര മേഖലയിൽ. അപ്പോൾ അതിന് സംസ്ഥാന സർക്കാർ ഇന്ന് ഫണ്ട് ഉണ്ടാവും. സംസ്ഥാന സർക്കാർ ഇപ്പം തന്നെ ഈ എല്ലാ ഏജൻസികളെയും വിളിച്ച് വായ്പ പദ്ധതി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾ എങ്ങനെ തൊഴിൽ നൽകും എന്നുള്ളതിന് ഒരു തന്ത്രം മുന്നോട്ട് വെക്കണം, വളരെ കൃത്യമായിട്ട്. 2, നമ്മുടെ പഞ്ചായത്ത്, നമ്മുടെ നഗരസഭയിൽ നിന്ന് ഒരു 4-5 വർഷം കൊണ്ട് ദാരിദ്ര്യം തുടച്ചു നീക്കണം. ദാരിദ്ര്യം തുടച്ചു നീക്കണമെങ്കിൽ എന്ത് വേണം? അതിനെ ലിസ്റ്റൊക്കെ നമ്മൾ ലൈഫിലുണ്ടാക്കിയ പോലെ ഉണ്ടാക്കും.
അതിനുവേണ്ടി ഇപ്പോൾ കൃത്യമായിട്ടുള്ള പ്രൊജക്റ്റും കാര്യങ്ങളൊന്നും ആയില്ലെങ്കിലും ആശ്രയ പദ്ധതിയിൽ എത്രയാണോ വെച്ചിരിക്കുന്നത് അതിന് ഇരട്ടി തുക നിങ്ങൾ നീക്കി വെക്കണം. എങ്കിൽ ഒരു സംശയവും വേണ്ട, സംസ്ഥാന സർക്കാരിൻ്റെ പ്രൊജക്റ്റ് വരുമ്പോൾ ഉണ്ടാവും. നമ്മുടെ ശുചിത്വ പരിപാടി, അതിന് പണം മിനിമം നീക്കി വെക്കണമെന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. സാനിറ്റേഷന് വേണ്ടിയിട്ട്, വെള്ളത്തിനും സാനിറ്റേഷനും 5% നീക്കി വെച്ച് പറ്റൂ. അപ്പോൾ അത് ആ തുക മാത്രമല്ല, ഇപ്പം ജൽജീവൻ മിഷൻ വരുന്നു. നാട്ടിലെ കുടിവെള്ളം പരിഹരിക്കുകയല്ലേ, നമ്മളൊരു തുക കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ എത്രയോ മടങ്ങാണ് പുറത്തുനിന്ന് വരുന്നത്. അപ്പം അതിന് മുൻഗണന കൊടുക്കേണ്ടതാണെങ്കിൽ നിങ്ങൾ കൊടുക്കണം. തോടുകൾ വൃത്തിയാക്കുന്നതിന്, പച്ചത്തുരുത്തുകൾ സൃഷ്ടിക്കുന്നതിന് നമ്മുടെ പഞ്ചായത്തിൽ അടുത്ത വർഷം എത്തുമ്പോൾ നമ്മൾ ഒരു 25,000 പുതിയ ഫലവൃക്ഷങ്ങൾ നടും. നട്ടപ്പോരാ, ട്രാക്ക് ചെയ്യും. ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള പ്രൊജക്റ്റുകളുമായിട്ട് സംസ്ഥാന തലത്തിൽ ആവിഷ്കരിച്ചതുമായി നിങ്ങൾ കോർത്തിണക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പണം ലിവറേജ് ചെയ്തെടുക്കാൻ കഴിയും. അല്ലെങ്കിൽ ജൽജീവൻ മിഷൻ, അതിൻ്റെ കുടിവെള്ള പദ്ധതി, ഇത് ഒരു ചർച്ച കൊണ്ട് തീരത്തില്ല കേട്ടോ. നമ്മുടെ പ്ലാനിൽ കർമ്മസമിതികളൊക്കെ നോക്കട്ടെ, പക്ഷേ നിങ്ങളുടെ ഭരണസമിതി പലവട്ടം ചർച്ച ചെയ്ത് എന്താണ് നമ്മുടെ മുൻഗണന, നമ്മുടെ വികസന തന്ത്രം, എവിടെയാണ് നമ്മൾ ഊന്നുന്നത്, ഇതിലുള്ള നൂതന പദ്ധതികൾ എന്ത്. ഇതിനാണ് നൂതന പദ്ധതികളെക്കുറിച്ച് പറഞ്ഞത്. 35 കോടി രൂപ സമ്മാനം വെച്ചിട്ടുണ്ട്. നൂതന പദ്ധതി ഉണ്ടെങ്കിൽ എല്ലാ ജില്ലയിലും നൂതന പദ്ധതികളെ തിരഞ്ഞെടുക്കും. അതിനുള്ള സപ്പോർട്ട് സർക്കാരിൽ നിന്ന് കിട്ടും. ഞാൻ അരമണിക്കൂറാണ് ക്ലാസ്സിന് സമയം നിശ്ചയിച്ചിരുന്നത്. എങ്കിലും ഒരു റിവിഷൻ ഒന്ന് ഓർക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ്. 1, 7 സ്റ്റെപ്പ്. ഒന്നാമത്തെ സ്റ്റെപ്പ്, എത്രയാണ് വരവ്. രണ്ടാമത്തെ സ്റ്റെപ്പ്, എന്തൊക്കെയാണ് പദ്ധതി ഇതര ചെലവുകൾ. പദ്ധതിയിലെ ചെലവ് നമ്മുടെ തനത് വരുമാനത്തിൻ്റെയും മെയിൻ്റനൻസ് ഫണ്ടിൻ്റെയും ജനറൽ പർപ്പസ് ഫണ്ടിൻ്റെയും നിന്ന് ചെലവഴിച്ചോണം 5% മിച്ചം ഉണ്ടാവണം. മൂന്നാമത്തെ സ്റ്റെപ്പ്, അത് പദ്ധതി രൂപീകരണം സംബന്ധിച്ചിട്ടുള്ളതാണ്. ഉത്തരവിറങ്ങിയിട്ടുണ്ട്, അതുവഴി ചെയ്യുന്നുണ്ട്. ഇനി അത് പൂർത്തിയായാലും ഇല്ലെങ്കിലും നാലാമത്തെ സ്റ്റെപ്പ്, പദ്ധതി ചെലവ് കൃത്യമായിട്ട് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് നമ്മൾ ഉൾപ്പെടുത്താൻ പറ്റണം. അതിൻ്റെ മേഖലാ വിഭജനം, അനിവാര്യമായിട്ടുള്ള ആവിഷ്കൃത പദ്ധതികൾക്കുള്ള പണം വകയിരുത്തിയേ പറ്റൂ. മേഖലാ വിഭജനമുണ്ട്, അത് SCP TSPക്ക് വേറെ, കേന്ദ്ര ധനകാര്യ കമ്മീഷന് വേറെ, നിങ്ങളുടെ തനത് ഫണ്ടിന് വേറെ, ജനറൽ ഫണ്ടിന് വേറെ. അതനുസരിച്ച് പ്രൊജക്റ്റുകൾ ഉൾക്കൊള്ളിക്കണം. ആറാമത്തെ സ്റ്റെപ്പ്, ഈ പ്രൊജക്റ്റ് നിർദ്ദേശങ്ങൾ ഏതൊക്കെയാണ്, അതിൽ ചില ക്രമീകരണങ്ങൾ അവസാനം വരുത്തേണ്ടി വരും ഈ സിലോസിൽ ഉൾക്കൊള്ളിക്കാൻ വേണ്ടി. അങ്ങനെയുള്ള ഇത് രണ്ടും കൂടി കൂട്ടിച്ചേർത്ത് 7ാമത്തെ സ്റ്റെപ്പായിട്ട് നമ്മളൊരു ബഡ്ജറ്റ് പ്രസംഗമൊക്കെ തയ്യാറാക്കും. ആ ബഡ്ജറ്റ് പ്രസംഗത്തിൽ ഒരു പ്രസംഗം നടത്താൻ കണക്ക് വേറെ എഴുതാൻ പറ്റത്തില്ല. ആ പ്രസംഗത്തിനനുസരിച്ചുള്ള കണക്കാണെന്ന് ഉറപ്പുവരുത്തണം. നിങ്ങളിങ്ങനെ ലൈഫിൽ ഞങ്ങൾ ഇത്ര വീട് കൊടുക്കുമെന്ന് പറഞ്ഞാൽ അതിന് തദ്ദേശഭരണ സ്ഥാപനത്തിൽ നിന്ന് വെക്കുന്ന പണം വെക്കണം. ഒരു കാര്യം ഞാൻ ഈ ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ പ്ലാൻ ഫണ്ടിൻ്റെ 20%-അപ്പുറം തിരിച്ചടവ് വരികയാണെങ്കിൽ ആ തിരിച്ചടവ് സർക്കാരിന് കൊടുത്തോളാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഉദാരമായ നിലപാട് ലൈഫിനോട് സ്വീകരിച്ചുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഭാവിയിൽ ഇങ്ങനെ കടം കയറി നിങ്ങൾ മുടിഞ്ഞു പോകും എന്നൊക്കെ പേടിക്കേണ്ട ആവശ്യമില്ല. 20%-ന് മുകളിൽ തിരിച്ചടവ് വരികയാണെങ്കിൽ സംസ്ഥാന സർക്കാർ വഹിക്കും. അപ്പോൾ അത്തരത്തിൽ നല്ലൊരു ബഡ്ജറ്റ് തയ്യാറാക്കാം, നല്ലൊരു ബഡ്ജറ്റ് പ്രസംഗം നടത്താം. കേമമായിട്ടുള്ള വല്ലതുമാണെങ്കിൽ എനിക്ക് അയച്ചതെന്ന് ഞാൻ വായിച്ച് കമൻറ്റ് തരുകയും ചെയ്യാം. സാധാരണ വളരെ നല്ല ബഡ്ജറ്റാണെങ്കിൽ. എല്ലാവർക്കും നല്ല ബഡ്ജറ്റ് സമ്മേളന ആശംസകൾ ഞാൻ നൽകുകയാണ്.